ചാലക്കുടിയിൽ പൂർണ്ണ ആത്മവിശ്വാസമെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ചാലക്കുടി ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണ്. തൃശൂരിൽ പ്രധാനമന്ത്രി വന്ന് ഷോ വർക്ക് നടത്തിയാൽ ബി.ജെ.പിക്ക് വോട്ട് കൂടില്ല. ചർച്ച് ബില്ലിൽ പക്ഷം പിടിക്കാതെ ജനാധിപത്യപരമായി സർക്കാർ തീരുമാനമെടുക്കണമെന്നും രവീന്ദ്രനാഥ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥാണ് നമ്മളോട് ചേരുന്നത്. മാഷേ, ഇപ്പോൾ പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറേ വർഷങ്ങളുടെ ചരിത്രം നോക്കിയാൽ UDF-ന് വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലം, അതേസമയം അട്ടിമറി LDF നേടിയിട്ടുള്ള മണ്ഡലം കൂടിയാണ്. എത്രത്തോളമുണ്ട് ആത്മവിശ്വാസം? പൂർണ്ണമായ ആത്മവിശ്വാസമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ ഇടതുപക്ഷ മനസ്സും തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അങ്ങനൊരു വിജയം വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുണ്ട് എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ ചരിത്രവും ഈ രാഷ്ട്രീയ അന്തരീക്ഷവും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ വിജയിക്കും. ഇപ്പോൾ ചാലക്കുടി മണ്ഡലം നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ലയിൽ ഈ അടുത്ത് പ്രധാനമന്ത്രി അടക്കം വന്നുകൊണ്ട് BJP വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി BJPക്ക് പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? BJP ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മതനിരപേക്ഷത തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ സെക്യുലർ കൾച്ചറാണ്, അത് മതനിരപേക്ഷ സംസ്കാരമാണ്. അതോടൊപ്പം അനന്യമായത് എന്ന് പറയാവുന്നത് ഫെഡറൽ സംസ്കാരമാണ്. ഇത് രണ്ടും വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഷോ വർക്കുകളൊന്നും അല്ല വേണ്ടത്. ജനങ്ങളുടെ മനസ്സിലുള്ള വികാരത്തിന് കൃത്യമായ മറുപടിയാണ്. ചാലക്കുടിയിലെ ജനങ്ങൾ രവീന്ദ്ര മാഷെ വിജയിപ്പിക്കും, വിജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പിച്ചു. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല, LDF ജയിക്കും. വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.